അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദു വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സച്ചരിതരായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിന് നേരെ, ഇസ്ലാമിന് നേരെ എക്കാലവും വിമർശകർ ഉന്നയിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന്, അവർ ധാരാളം വിവാഹം ചെയ്യുന്നവരാണ്, കല്യാണം കഴിക്കുന്നവരാണ് എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ പുരുഷന്മാർ ബഹുഭാര്യത്വം സ്വീകരിക്കുന്നവരാണ്, ഒന്നിലധികം വിവാഹം ചെയ്യുന്നവരാണ്. ഇങ്ങനെയൊരു ആക്ഷേപം എക്കാലവും ഏത് നാട്ടിലും മുസ്ലിം സമൂഹത്തിന് നേരെ ഉണ്ടാകാറുണ്ട്. അതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള പ്രഭാഷണങ്ങളും മറ്റും മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. വസ്തുത എന്താണ് എന്ന് ചോദിച്ചാൽ, മുസ്ലിം സമൂഹത്തിൽ 90% ആളുകളും ഏകഭാര്യ അല്ലെങ്കിൽ ഏകപത്നി സമ്പ്രദായം പിന്തുടരുന്നവരാണ്. നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രദേശത്ത് ഒക്കെ ആലോചിച്ച് നോക്കിയാൽ ഒന്നിലധികം വിവാഹം ചെയ്ത പുരുഷന്മാർ, ഭാര്യ നിലവിലിരിക്കെ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്ത പുരുഷന്മാർ പല നാടുകളിലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ബഹുഭാര്യാത്വം ഒരു സമ്പ്രദായമായി കൊണ്ടു നടക്കുന്നവരല്ല യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിലെ ഏറിയ ഭാഗവും. അറേബ്യൻ പ്രദേശങ്ങളിലും മറ്റുമൊക്കെ അത്തരം സമ്പ്രദായങ്ങൾ ഉണ്ടാകാമെങ്കിലും നമ്മുടെ നാടുകളിൽ അങ്ങനെയൊന്നും കണ്ടുവരുന്നില്ല. എന്ന് മാത്രമല്ല, അതൊരു അപമാനമായി, മോശപ്പെട്ട ഒരു പ്രവണതയായി പൊതുവെ മുസ്ലിം സമൂഹം കാണാറുമുണ്ട്. രണ്ടാമത് വിവാഹം ചെയ്തയാൾ എന്നത് ഒരു മാന്യതയുടെ കുറവായി സമൂഹം പൊതുവെ കണക്കാക്കുന്നു. ഇങ്ങനെയാണ് യാഥാർത്ഥ്യമെങ്കിലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ ബഹുഭാര്യത്വം ഉണ്ട്, അത് അനുവദനീയമാണ് എന്നല്ല, അത് സുന്നത്താണ്, അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ചിലരെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട്. അതിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ഭാര്യയ്ക്ക് ആർത്തവമുണ്ടായാൽ ആ സമയത്ത് പുരുഷൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചിലരുടെ ചോദ്യം. മറ്റ് ചിലരുടെ ചോദ്യം, പ്രസവിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് അവധി കൊടുക്കേണ്ടുന്ന ദിവസങ്ങളിൽ പുരുഷൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. വേറെ ചിലർ പറയുന്നത്, ഭാര്യ രോഗിണിയായാൽ ബഹുഭാര്യത്വമല്ലാത്ത മറ്റ് വഴിയുണ്ടോ എന്നുള്ളതാണ്. വേറെ ചില ആളുകൾ പറയും, ഭാര്യയുടെ സ്വഭാവം മോശമാണ്, അനുസരണയില്ല, അല്ലെങ്കിൽ വീടൊന്നും നേരാംവണ്ണം പരിപാലിക്കുന്നില്ല, അപ്പോൾ മറ്റൊരു വിവാഹം ചെയ്യുകയല്ലാതെ മറ്റെന്താണ് വഴി എന്നുള്ളതാണ് ചിലരൊക്കെ ചോദിക്കുന്നത്. ഇതൊക്കെ രണ്ടാം വിവാഹത്തിന്
രണ്ടാം വിവാഹത്തെ സാധൂകരിക്കുന്ന ന്യായങ്ങളാണ് എന്ന മട്ടിലാണ് ഇതൊക്കെ ചിലർ പറയുന്നത്. യഥാർത്ഥത്തിൽ രണ്ടാം വിവാഹം അഥവാ ബഹുഭാര്യാത്വം, ഒരു ഭാര്യ നിലവിലിരിക്കെ മറ്റൊരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? പ്രാമാണികമായി നമുക്കത് പരിശോധിക്കാം. അങ്ങനെയൊരു വകുപ്പുണ്ടോ ഇസ്ലാമിൽ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിശുദ്ധ ഖുർആനിൽ ഒരു ഭാര്യ നിലവിലിരിക്കെ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്ത് ഭാര്യയാക്കുന്നതിന്, ബഹുഭാര്യത്വം സ്വീകരിക്കുന്നതിന് ഒരു വകുപ്പും വഴിയും ഖുർആനിലില്ല എന്നുള്ളതാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വകുപ്പില്ല. ബഹുഭാര്യാത്വം ഖുർആനിനെതിരാണ്. ബഹുഭാര്യാത്വത്തിന് അനുകൂലമായി ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാറുള്ള ഒരു വചനം സൂറ നിസായിലെ 3-ാമത്തെ വചനമാണ്. വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ ഫൻകിഹു മാ താബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാ വഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് ബഹുഭാര്യാത്വം എന്ന് പറയുന്ന ഒരു സംഗതി അനുവദിക്കുന്നത് ഒരേ ഒരു ഘട്ടത്തിൽ മാത്രമാണ്. ഒരു ഘട്ടത്തിൽ മാത്രമാണ് ബഹുഭാര്യാത്വം അനുവദിക്കുന്നത്. അത് ഭാര്യയുടെ സ്വഭാവം മോശമായാലല്ല, ഭാര്യ അനുസരണയില്ലാത്തവളായാലല്ല, ഭാര്യ രോഗിണിയായാലല്ല, ഭാര്യ പ്രസവിക്കാൻ പോയാലോ ആർത്തവത്തിന് പോയാലോ അല്ല. മറിച്ച് ബഹുഭാര്യാത്വം അനുവദിക്കുന്ന ഒരേ ഒരു ഘട്ടം വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ, അനാഥരായ ആളുകളുടെ കാര്യത്തിൽ നീതി പുലർത്താൻ സാധിക്കുകയില്ലെന്ന് ആശങ്കയുണ്ടായാൽ, അതും വ്യക്തികളല്ല തീരുമാനിക്കേണ്ടത്. എന്നാൽ പിന്നെ ഞാനങ്ങ് കെട്ടിക്കളയാം, ഇവിടെ കുറേ അനാഥരായ ആളുകളുണ്ട്, ഞാനങ്ങ് കെട്ടിക്കളയാം എന്നൊരാൾക്ക് തീരുമാനിക്കാൻ ഒക്കുമോ? ഒരിക്കലും സാധ്യമല്ല. ഒന്നിലധികം വിവാഹം ചെയ്യാൻ ഒരു പുരുഷന് അനുവാദമുള്ള ഒരു സന്ദർഭം, ഒരേ ഒരു സന്ദർഭം അനാഥരായ ആളുകളുടെ കാര്യത്തിൽ ആശങ്കയുണ്ടാകുമ്പോഴാണ്. ഒരുപാട് അനാഥരായ ആളുകളുണ്ട്, വിധവകളുണ്ട്. അവരെ ഏറ്റെടുക്കാൻ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അത്തരം ഘട്ടങ്ങളിലാണ് വിവാഹം ചെയ്യേണ്ടത്. ആ ഘട്ടങ്ങളിൽ വിവാഹം ചെയ്യുന്നത് പോലും സ്വന്തം തീരുമാനിച്ചിട്ടല്ല, മറിച്ച് കോടതിയുടെ അനുവാദം വേണം, അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളുടെ അനുവാദം വേണം. അവർ പറയണം, ഇവിടെയുള്ള പുരുഷന്മാർ 25 വയസ്സിൻ്റെയും 30 വയസ്സിൻ്റെയും ഇടയിലുള്ള ചെറുപ്പക്കാർ ഒന്നിലധികം വിവാഹം ചെയ്യണം എന്ന് ഒരു കോടതി ഉത്തരവുണ്ടായാൽ, അല്ലെങ്കിൽ ഭരണകൂടം ഒരു നിയമം മുഖാന്തിരം അല്ലെങ്കിൽ ഒരു ഓർഡിനൻസ് മുഖാന്തിരം സമൂഹത്തോട് പറഞ്ഞാൽ മാത്രമേ അങ്ങനെയുള്ള വിവാഹം പാടുള്ളൂ എന്ന് ഖുർആനിൻ്റെ ഭാഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരൊറ്റ കാര്യത്തിലല്ലാതെ മറ്റൊരു കാര്യത്തിലും ബഹുഭാര്യാത്വം ഖുർആൻ അനുവദിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ വിവാഹം ചെയ്യേണ്ടി വന്നാൽ തന്നെ നീതിപൂർവം പെരുമാറണമെന്നും, നീതിപൂർവം പെരുമാറാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ഒരേ ഒരു ഭാര്യ മാത്രമേ പാടുള്ളൂ എന്നും, ഫവാഹിദ ഒരേ ഒരു ഭാര്യ മാത്രമേ പാടുള്ളൂവെന്നും ഖണ്ഡിതമായി ഖുർആൻ പറയുന്നു. മറ്റൊരു വകുപ്പും മറ്റൊരു കാരണവും ഒന്നിലധികം വിവാഹം ചെയ്യുന്നതിനില്ല എന്നുള്ളതാണ് വസ്തുത. ആദ്യത്തെ വിവാഹം ചെയ്യുന്നത് നിങ്ങളുടെ താല്പര്യപ്രകാരമാണ്. ഞാൻ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടെത്താൻ, അതുപോലെ ഒരു പെണ്ണിന് അവൾ ആഗ്രഹിക്കുന്ന, അവൾ ഇഷ്ടപ്പെടുന്ന ഒരാണിനെ കണ്ടെത്താൻ അതിഷ്ടമുണ്ട്, അത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഭാര്യയിരിക്കെ മറ്റൊരു വിവാഹം ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. അങ്ങനെ വിവാഹം ചെയ്യണമെങ്കിൽ എനിക്ക് കോടതിയുടെ അനുവാദം വേണം, ഭരണകൂടത്തിൻ്റെ സമ്മതം വേണം, അല്ലെങ്കിൽ അത് ഖുർആനിക വിരുദ്ധമായ വിവാഹമാണ്. യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്ന സംഗതിയാണിത്. നിങ്ങൾ നോക്കൂ, ഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ. അറബി ഭാഷയിൽ പ്രാഥമികമായ ജ്ഞാനമുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ഇൻ ഖിഫ്തും കണ്ടീഷനായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ആശങ്കിച്ചാൽ, അല്ലാ തുഖ്സിതു ഫിൽ യതാമ, അനാഥരായ ആളുകളുടെ കാര്യത്തിൽ നീതി പുലർത്താൻ സാധിക്കുകയില്ലെന്ന് സമൂഹം ആശങ്കിച്ചാൽ, ഫൻകിഹു, അപ്പോൾ വിവാഹം ചെയ്യാം. ഇത് കണ്ടീഷണലാണ് നിയമം.
ഷർത്തും ജവാബുമാണ് വന്നത്. അറബി ഭാഷയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ ഇല്ലെങ്കിൽ ആ നിയമമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിവാഹം ചെയ്യാം എന്നല്ല പറഞ്ഞത്. ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായാൽ വിവാഹം ചെയ്യാം. അതും നേർക്കുനേരെ വ്യക്തികളോടല്ല, മറിച്ച് ഭരണകൂടങ്ങളോടാണ്. നിങ്ങൾ നോക്കൂ, കട്ടാൽ കൈവെട്ടണം ഖുർആനിലെ ഒരു നിയമമാണല്ലോ. എന്താണത്? അസ്സാരിഖു ഫസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ. മോഷ്ടിച്ചാൽ കൈവെട്ടണം എന്നുള്ളത് ഖുർആനിൻ്റെ ഒരു നിയമമാണ്. ഈ നിയമം വ്യക്തികളോടാണോ? അല്ല. പിന്നെ ആരോടാണ്? അത് ഭരണകൂടത്തോടാണ്, നിയമ സംവിധാനങ്ങളോടാണ്, കോടതിയോടാണ്. ഇതേ കണ്ടീഷനാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അനാഥരായ ആളുകളുടെ കാര്യം നോക്കേണ്ടതാരാ? അത് ഭരണ സംവിധാനങ്ങളാണ്. അക്കാര്യത്തിൽ ആശങ്കയുണ്ടായാൽ വിവാഹത്തിന് ഒന്നിലധികം വിവാഹം ചെയ്യണമെന്ന് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതാരാ? അത് കോടതിയോ നിയമ സംവിധാനങ്ങളോ ആണ്. ഒരാൾ കട്ടൂന്ന് പറഞ്ഞിട്ട് ഞാൻ കൈവെട്ടാൻ പോയാൽ എങ്ങനെ ഉണ്ടാകും? വ്യക്തികൾ കൈവെട്ടാൻ പോയാൽ എങ്ങനെ ഉണ്ടാകും? അയാൾ ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടും. അത് ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെ നിയമം നടപ്പിലാക്കാൻ വ്യക്തികൾക്ക് അധികാരമില്ല. ഇതുപോലെയാണ് വിവാഹ ബഹുഭാര്യാത്വം ഒരാൾക്ക് സ്വന്തം തീരുമാനിക്കാൻ കഴിയില്ല. സ്വന്തം തീരുമാനിച്ച് നടത്തുന്ന വിവാഹങ്ങൾ യഥാർത്ഥത്തിൽ ഖുർആനിക വിരുദ്ധമായ വിവാഹങ്ങളാണ്. അത് ഒരു സംവിധാനത്തിൻ്റെ രീതിയിൽ വരേണ്ടതാണ്. വളരെ വ്യക്തമായി പഴയകാല പണ്ഡിതന്മാരൊക്കെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖാദി അബു മസ്ഊദ് പറയുന്നു, മൻ കാനത് ലഹു സൗജത്തുൻ വാഹിദത്തുൻ ലാ യസ്ലുഹു ലിൽ ഖളാഇ വൽ ഇമാം ശങ്കീത്തി പറയുന്നു, ഇദാ കാന റജുലു ലം യസ്തതി അൽ അദ്ൽ ഔ ലം യസ്തതി ഫി ജിസ്മിഹി ഔ മാലിഹി ഔ മസ്കനിഹി അത്തഅദ്ദുദു ലം യഹില്ല ലഹു മുത്ലഖൻ. നീതി പുലർത്താൻ സാധിക്കുകയില്ലെന്ന ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഒരാൾക്കുണ്ടെങ്കിൽ ഒരിക്കലും അയാൾക്ക് ഒന്നിലധികം വിവാഹം അനുവദനീയമേ അല്ല. ലം യഹില്ലു ലഹു മുത്ലഖൻ. അയാൾക്ക് നിരുപാധികം വിവാഹം, ഒന്നിലധികം വിവാഹം അനുവദനീയമല്ല. ഓർക്കേണ്ട കാര്യമാണത്. അപ്പോൾ 4 വിവാഹം എന്ന് പറയുന്നതോ? അങ്ങനെ ഉണ്ടല്ലോ, 4 വിവാഹം ചെയ്യാം എന്ന് ഇസ്ലാമിക ശരീഅത്തിലുണ്ടല്ലോ, അതുണ്ട്. 4 വരെ ഭാര്യമാരാകാം എന്ന് ശരീഅത്തിലുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? പഴയ കാലത്ത് പ്രവാചകന്റെയും പ്രവാചകന്റെ ശേഷമുള്ള തൊട്ടടുത്ത തലമുറകളിലെയും എണ്ണമില്ലാത്ത ഭാര്യമാരെ കൊണ്ടു നടക്കുന്ന അറേബ്യൻ ഗോത്ര സമൂഹം പോയിടത്തൊക്കെ കല്യാണം കഴിക്കും. പ്രവാചകന്റെ ശിഷ്യന്മാരിൽ തന്നെ ഖാലിദ് ബിൻ വലീദിനെ പോലുള്ള ആളുകൾക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നു, പ്രവാചകന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അപ്പോൾ അവരോട് എന്താ പറയേണ്ടത്? നിങ്ങൾ അതിലൊരാളെ തിരഞ്ഞെടുത്തിട്ട് വാ, ബാക്കിയൊക്കെ ഒഴിവാക്കിയെന്ന് പറയാൻ പറ്റുമോ? അവിടെ മാനുഷികമായ പരിഗണന കൊടുക്കണ്ടേ? അവരോട് പറഞ്ഞു, ഇപ്പോൾ ഉള്ളതൊക്കെ ശരി, ഇനി അങ്ങോട്ട് പാടില്ല. അവിടെയാണ് പരിഷ്കാരം ആരംഭിച്ചത്. ഈ പരിഷ്കാരം അവിടെ നിൽക്കേണ്ടതാണോ നിർത്തേണ്ടതാണോ? അല്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. മനുഷ്യ സമൂഹം വളരുന്നതിനനുസരിച്ച് തുടരേണ്ടതാണ്. അറേബ്യൻ പ്രാകൃതമായ ഗോത്രാചാരത്തിന് കടിഞ്ഞാണിടുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ആ നിയമത്തിൻ്റെ പ്രത്യേകത. ആ നിയന്ത്രണങ്ങൾ തുടർന്നു വരണം. അത് പരിഷ്കൃത മനുഷ്യന് ഒരാണിനൊരു പെണ്ണ്, ഒരു പെണ്ണിനൊരാണ്, ഒരു ഇണ എന്നുള്ള നിലക്ക് അത് വരേണ്ടതാണ്. അതാണ് ഇസ്ലാമിക നിയമങ്ങളുടെ പരിഷ്കരണം സാധ്യമാകുന്നത്. അങ്ങനെയാണ് സാധ്യമാകേണ്ടത്. അങ്ങനെയാണ്. പഴയകാലത്ത് ഉള്ള സാമൂഹിക ക്രമത്തെക്കുറിച്ച് ഖാദി അബു മസ്ഊദ് പറയുന്നത് കാണുക, മൻ കാനത് ലഹു സൗജത്തുൻ വാഹിദത്തുൻ ലാ യസ്ലുഹു ലിൽ ഖളാഇ വൽ ഫസ്ൽ. ഒരു ഭാര്യ മാത്രമുള്ള ആളെ ജഡ്ജിയായിട്ട് പരിഗണിക്കില്ലായിരുന്നു. ജാഹിലിയ കാലത്ത്, മുഹമ്മദ് നബി വരുന്ന കാലത്തുള്ള സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് പറയാണ്. ഒരു ഭാര്യ മാത്രമുള്ള ആളെ ജഡ്ജി സ്ഥാനത്തേക്ക് പരിഗണിക്കുകയില്ല. ഇബ്നു ഹിബ്ബാൻ പറയുന്നു, അദ്റക്തു ഖൗമൻ ലാ യജ്ലിസൂന ബൈനഹും മൻ കാനത് ലഹു സൗജത്തുൻ വാഹിദ. ഒരു സദസ്സിൽ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ ഒറ്റ ഭാര്യ മാത്രമുള്ള ആൾക്ക് ആ സദസ്സിൽ ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. യഹ്സബൂനഹും മിൻ സിഗാറിന്നാസ്. അയാൾ കൊള്ളാത്തവനായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ഒരു ഭാര്യ മാത്രമാണെന്ന് പറഞ്ഞ കുറവായിരുന്നു. അങ്ങനെയുള്ള കാലത്താണ് മുഹമ്മദ് നബി വരുന്നത്. അവരിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നബി 13 കല്യാണം കഴിച്ചു എന്ന് എഴുതി വെച്ചു. ഈ ഗോത്ര നിയമങ്ങൾ കൊണ്ടുവന്നു പിൽക്കാലത്ത്. എന്നിട്ട് പ്രവാചകന്റെ പേരിൽ ബഹുഭാര്യാത്വം ഏൽപ്പിച്ചു കൊടുത്തു. ഖദീജയെ മാത്രം വിവാഹം ചെയ്ത് ഖദീജയോടൊപ്പം ജീവിച്ച് ദാമ്പത്യം ഏകപത്നി വ്രതത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോയ മഹാപ്രവാചകനെ
ഇഷ്ടം പോലെ കല്യാണം കഴിച്ച് നടക്കുന്ന ഒരു കല്യാണ വീരനായി, വിവാഹ വീരനായി ചിത്രീകരിക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പ്രവാചകന്റെ കുടുംബജീവിതം എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഖുതുബയിലൂടെ നമുക്ക് പറയാം. അപ്പോൾ ഒന്നിലധികം വിവാഹം ചെയ്യുന്നതിന് ഒരു വഴിയും വകുപ്പും ഖുർആനിലില്ല. എന്നാൽ ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുള്ള പൗരോഹിത്യവും പൂർവ്വകാല പണ്ഡിതരിൽ ചിലരുമൊക്കെ എഴുതി വെച്ചിട്ടുള്ള വഷളത്തരങ്ങൾ എത്രമാത്രമാണെന്ന് നമുക്കൊന്ന് നോക്കാം. റാസി തഫ്സീറുൽ റാസിയിൽ, തഫ്സീറുൽ കബീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതുന്നത് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ദഹബ സുദ്ദി, ഇമാം സുദ്ദി അഭിപ്രായപ്പെട്ടിരിക്കുന്നു, അന്നഹു യജൂസു തസവ്വുജു ബി അയ്യി അദദിൻ ഉരീദ്, ഒരാൾക്ക് എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാം, എണ്ണത്തിൽ പരിമിതികളില്ല. വഹ്തജ്ജു ബിൽ ഖുർആനി വൽ ഖബർ, ഖുർആനും ഹദീസുകളുമാണ് ഇതിന് ആധാരമായ തെളിവായിട്ട് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അമ്മൽ ഖുർആനു, ഖുർആനിലെ തെളിവെന്താണ്? ഫഖത്ത് തമസ്സക്കു, നാലല്ല കേട്ടോ, നിങ്ങൾ കേൾക്കണം. ഫഖത്ത് തമസ്സക്കു ബിഹാദിഹിൽ ആയ, ഈ സൂറത്തുൻ നിസായിലെ 3-ാമത്തെ വചനം വെച്ചുകൊണ്ട് അവർ പറയുന്നു, ഫൻകിഹു മാ താബലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞാൽ ഇത്ലാഖും ഫി ജമീഇൽ അഅദാദി ബിദലീലി അന്നഹു ലാ അദദ്, എണ്ണമില്ലാതെ എത്ര വേണമെങ്കിലും വിവാഹം ചെയ്യാം. അത് 10 ആകാം, 20 ആകാം, 100 ആകാം, എത്ര വേണമെങ്കിലും ഭാര്യമാരെ വിവാഹം ചെയ്ത് സ്വന്തമാക്കാം. മസ്ന വസുലാസ വറുബ എന്ന് പറഞ്ഞാൽ ലാ യസ്ലുഹു തഖ്സീസൻ ലിദാലിക്കൽ ഉമൂം, 2, 3, 4 എന്ന് പറഞ്ഞാൽ അത് ആ എണ്ണ അല്ല. എന്നിട്ട് പറയുന്നു, ഒരു കുട്ടിയോട് വാപ്പ പറയുന്നു, നീ ഇഷ്ടമുള്ളിടത്തേക്ക് പോയിക്കോ, നിനക്ക് ടൗണിൽ വേണമെങ്കിൽ പോകാം, പാർക്കിൽ വേണമെങ്കിൽ പോകാം, ചന്തയിൽ വേണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞാൽ ചന്തയിലും പാർക്കിലും ടൗണിലും മാത്രമേ പോകാവുന്നാണോ? അല്ല, ഇഷ്ടം പോലെ പോകാം. അപ്പോൾ 2, 3, 4 കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് 4-ൽ പരിമിതമല്ല, അതിനപ്പുറത്തുള്ള എണ്ണത്തിലേക്കൊക്കെ അത് വികസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ കല്യാണം കഴിക്കാം. ഇവിടെയും തീർന്നില്ല. ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ ഈ അഭിപ്രായം ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുന്നു, അന്നൽ വാവലിൽ ജംഇ ഫൻകിഹു മാ താബലക്കും മിനൻ നിസാഇ മസ്ന വസുലാസ വറുബ എന്ന് പറയുന്നിടത്തുള്ള വാവുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ കൂട്ടാനുള്ള വാവാണ്. എന്ന് വെച്ചാൽ 2, 3, 4 അങ്ങനെ 9 വിവാഹം ചെയ്യാം എന്ന് എഴുതി വച്ചിരിക്കുന്നു. മറ്റൊരു അഭിപ്രായത്തിൽ പറയുന്നു, ബലിൽ ഹഖ അന്നഹു യുഫീദു 18, അത് 18 എന്ന അഭിപ്രായമുണ്ട്. നിങ്ങൾ നോക്കണം, ഇത്തരത്തിലുള്ള വഷളത്തരങ്ങൾ എഴുതി വെച്ചു. വഅമ്മൽ ഖബറു, ഇത് ഖുർആനിലെ തെളിവായിട്ട് അവർ ഉദ്ധരിക്കുന്നു. ഇനി ഹദീസ് നോക്കിയാലോ, അന്നഹു സബത ബിത്തവാതുരി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാത അൻ 9, പ്രവാചകൻ മരിക്കുമ്പോൾ 9 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. ഇന്നല്ലാഹ തആല അമറനാ ബിത്തിബാഇഹി, പ്രവാചകനെ പിൻപറ്റാനല്ലേ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. വകാന തസവ്വുജു ബിൽ അക്സരി മിനൽ അർബഇ തരീഖത്തുർ റസൂൽ, 4-നേക്കാൾ കൂടുതലായി വിവാഹം ചെയ്യുക എന്നുള്ളതാണ് പ്രവാചകന്റെ മാർഗം. ഫകാന ദാലിക സുന്നത്തുൽ ലഹു, അത് സുന്നത്താണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്ത് പിൻപറ്റാത്തവൻ മുസ്ലിം അല്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 9 വിവാഹമെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് സുന്നത്ത് എന്ന് ഇമാം സുദ്ദി പറയുന്നതായിട്ട് തഫ്സീറുൽ കബീറിൽ എഴുതി വെച്ചിരിക്കുന്നു, 9-ാമത്തെ വാള്യത്തിൽ 488-ാമത്തെ പേജിൽ. ഇങ്ങനെ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഇസ്ലാമിന് നേരെ പരിഹാസവും വിമർശനങ്ങളും ഉണ്ടാകുന്നത്. ഇസ്ലാം ബഹുഭാര്യാത്വത്തെ അനുകൂലിക്കുകയും ബഹുഭാര്യാത്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഒന്നിലധികം വിവാഹം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് അമാന്യമായി കരുതുന്നു, അപമാനമായി കരുതുന്നു. നമ്മുടെ നാട്ടിലോ വീട്ടിലോ പ്രദേശത്തോ കുടുംബത്തിലോ ഒന്നിലധികം വിവാഹം ചെയ്തവരെ നിങ്ങൾ നോക്കിയാൽ വളരെ വളരെ ചുരുക്കമായിരിക്കും. മുസ്ലിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ ഒരു അപമാനം, ഈ ഒരു വിമർശനം സഹിക്കേണ്ടി വരുന്നു നമ്മൾ. കാരണം നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ എഴുത്തുകാരുമെല്ലാം ഇതിനെ ന്യായീകരിക്കുന്ന, ഈ അടുത്ത കാലത്ത് കുറച്ച് മുമ്പ് ഒരു മൗലവി പ്രസംഗിക്കുന്നത് കേട്ടു, ഒരു സ്വർഗത്തിലൊരു മുത്തുണ്ടത്രേ, ആ മുത്തിൽ കടക്കണമെങ്കിൽ ഒന്നിലധികം വിവാഹം ചെയ്യണമെന്ന്. ഇങ്ങനെ സ്വർഗത്തിലെ മുത്ത് മോഹിച്ച് വിവാഹം ചെയ്യണമെന്ന് പറയുന്ന, ഒന്നിലധികം വിവാഹം ചെയ്യണമെന്ന് പറയുന്ന മറ്റൊരാൾ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം തന്നെ, ബഹുഭാര്യത്വമാണ് ഇക്കാലത്തെ ഏറ്റവും വലിയ അമലുസാലിഹാത്ത്, അതുകൊണ്ട് ഒന്നിലധികം വിവാഹം ചെയ്യുന്നവർക്കാണ് സ്വർഗം എന്നെഴുതിയ ഒരു പുസ്തകം തന്നെ അതിൻ്റെ പേരിൽ എഴുതി വെച്ചു. യഥാർത്ഥത്തിൽ അറിയേണ്ടത്, ബഹുഭാര്യാത്വം എന്ന് പറയുന്നത് ഇസ്ലാമിലില്ല, അത് അനിസ്ലാമികമാണ്, അത് ഖുർആൻ വിരുദ്ധമാണ്. ഒന്നിലധികം വിവാഹം ചെയ്യാൻ വ്യക്തികൾക്ക് അനുവാദമില്ല. അങ്ങനെ വിവാഹം ചെയ്യുന്നത് ഖുർആനികമായി യഥാർത്ഥത്തിൽ പരിശോധിച്ചു നോക്കിയാൽ സാധുവാവുകയുമില്ല. അങ്ങനെ വിവാഹം ചെയ്യാൻ
ഭരണകൂടം. ഇപ്പം നിങ്ങൾ സിറിയയിൽ നോക്കുക, ഇപ്പോൾ സിറിയയിൽ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ വലിയ തരത്തിൽ യുദ്ധമുണ്ടാവുകയും ആളുകളൊക്കെ ഒഴിഞ്ഞു പോവുകയും ചെയ്തപ്പോൾ അന്നാട്ടിൽ സ്ത്രീകൾ അവശേഷിക്കുകയും പുരുഷന്മാർ കൊല്ലപ്പെടുകയോ നാട് വിട്ടു പോവുകയോ അഭയാർത്ഥികളായി പോവുകയോ ചെയ്ത് സ്ത്രീ പുരുഷ അനുപാതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായി. ഈ സമയത്ത് സിറിയയിൽ ഉത്തരവുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സിറിയയിൽ നിലവിലുള്ള നിയമം ഒരു പുരുഷൻ ഒന്നിലധികം വിവാഹം ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിയമമുണ്ട്. ആ നിയമം അവർ അനുസരിക്കട്ടെ. അത് അവിടെയുള്ള സാമൂഹിക രാഷ്ട്രീയമായ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഭരണകൂടമെടുക്കുന്ന നിയമമാണ്. അതേ സ്ഥാനത്ത് മറ്റ് രാജ്യങ്ങളിൽ മറ്റ് പ്രദേശങ്ങളിൽ ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതല്ല അത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാരണത്തിലേക്ക് നോക്കിയാലോ, ഭാര്യ രോഗിയാണ്, ഒന്നിനും വയ്യ, അപ്പം വിവാഹം ചെയ്യണ്ടേ? ഇത് നേരെ തിരിച്ചു ചോദിച്ചൂടെ? ഭർത്താവ് രോഗിയാണ്, കിടപ്പിലാണ്, ഇയാൾ ഇട്ടേച്ച് പോകാൻ പറ്റൂല, അത് മാനുഷികമായ പരിഗണന അയാൾക്ക് നൽകണം, എന്നാൽ എനിക്ക് വേറെ വിവാഹം ചെയ്യാമോ? ബഹുഭർത്തൃത്വമാകാമോ? ന്യായം രണ്ടു കൂട്ടർക്കും ഒരുപോലെ ആകണ്ടേ? ഭാര്യ രോഗിണിയാണ്, ഇയാൾക്ക് മറ്റൊരു വിവാഹം ചെയ്യാൻ അനുവാദം കൊടുക്കണമെങ്കിൽ, ഭർത്താവ് രോഗിയാണെങ്കിൽ പെണ്ണിന് മറ്റൊരു വിവാഹം ഈ ഭർത്താവിനെ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് പോകണം. ഒഴിവാക്കുന്നത് മാനുഷികമായി ശരിയാണോ? അയാൾ ആ രോഗാവസ്ഥയിൽ ഇട്ടേച്ച് പോകാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നീ സഹിച്ച് അയാളെ പരിപാലിക്കണം. എങ്കിൽ നീയും സഹിച്ച് അവളെ പരിപാലിക്കണം. നിയമം രണ്ടു കൂട്ടർക്കും ഒരുപോലെയാണ്. സ്വഭാവം കൊള്ളില്ല. സ്വഭാവം കൊള്ളില്ലെങ്കിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം, ചികിത്സ നൽകണം, ഉപദേശിക്കണം, അവളുടെ രക്ഷിതാക്കളോട് പറയണം. അതിനുള്ള വഴിയല്ല. ഒരു വഴിയില്ലെങ്കിൽ ഒഴിവാക്ക്. നിങ്ങളുടെ പരസ്പരം പിരി, അതൊരു വഴിയാണ്. അല്ലാതെ മറ്റൊരു കല്യാണം കഴിക്കലാണോ അതിന് മാർഗം? ഭാര്യ ഇരിക്കെ മറ്റൊരു വിവാഹം ചെയ്യുന്നത് അതിന് പരിഹാരമല്ലല്ലോ. പിന്നെ ഹൈലിൻ്റെയും നിഫാസിൻ്റെയും പ്രസവത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞിട്ട് ഈ വിവാഹം എന്ന് പറയുന്നതും കുടുംബജീവിതം എന്ന് പറയുന്നതും വെറും ലൈംഗികത മാത്രമാണോ? ആർത്തവകാലത്ത് ഹാലിളകി നടക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മനോരോഗമാണ്. അത് തീർച്ചയായിട്ടും ചികിത്സിക്കപ്പെടേണ്ടുന്ന രോഗമാണ്. ഇതൊന്നും ന്യായമല്ല. ബഹുഭാര്യാത്വത്തിന് ഇതൊന്നും ന്യായമല്ല. ഇതൊക്കെ പുരുഷന് പറയാവുന്നത് പോലെ സ്ത്രീക്കും പറയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇതൊന്നും ന്യായമല്ല. വിവാഹമെന്ന് പറയുന്നത് തീർച്ചയായും രണ്ട് ആളുകൾ തമ്മിലുള്ള കരാറാണ്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീള. ഈ കരാറിൻ്റെ കാര്യം പറയുമ്പോൾ സയ്യിദ് സാബിഖ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫിഖ്ഹ് സുന്നയിൽ സയ്യിദ് സാബിഖ് പറയുന്നു, ഖദ് ജഅല മിൻ ഹഖ്ഖിൽ മർഅതി, ഭാര്യയുടെ പെണ്ണിന്റെ അവകാശത്തിൽപ്പെട്ടതാണ്, ഔ വലിയഹ അല്ലെങ്കിൽ പെണ്ണിന്റെ രക്ഷിതാവിന്റെ അവകാശത്തിൽപ്പെട്ടതാണ്, അൻ യഷ്തർത അല്ലാ യതസവ്വജ റജുലു അലൈഹ. വിവാഹ സമയത്ത് കരാർ എഴുതുമ്പോൾ അല്ലെങ്കിൽ കരാർ പറയുമ്പോൾ പറയാം മറ്റൊരു വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് ഉപാധി വെക്കാം. ഫലവു ശരീഅത്തി സൗജത്തു, അങ്ങനെ പെണ്ണ് ഉപാധി വെച്ചു. ഫി അഖദി സിവാജി, നിക്കാഹിന്റെ സമയത്ത് ഉപാധി വെച്ചാൽ അല്ലാ യതസവ്വജ അലൈഹ, തനിക്ക് താനല്ലാത്ത മറ്റൊരു പെണ്ണിനെ ജീവിതകാലത്ത് ഭാര്യയായി സ്വീകരിക്കുകയില്ല എന്ന് ഉപാധി വെച്ചാൽ തീർച്ചയായിട്ടും ആ ഉപാധി സ്വീകാര്യമാണ്, അത് പാലിക്കാൻ ഭർത്താവ് ബാധ്യസ്ഥനാണ്. വകാന ലഹാ ഹഖ്ഖു ഫസ്ഖി സിവാജി ഇദാ ലം യഫിലഹാ ബിശർത്തി, ആ ഉപാധി ലംഘിച്ചാൽ ആ വിവാഹം ദുർബലപ്പെടുത്താനുള്ള, ഏകപക്ഷീയമായി ദുർബലപ്പെടുത്താനുള്ള അധികാരം ആ പെണ്ണിനുണ്ട്. ഫിഖ്ഹ് സുന്നയിൽ സയ്യിദ് സാബിഖ് എഴുതുന്നു, 2-ാം വാള്യം 112-ാമത്തെ പേജിൽ, എന്ന് വെച്ചാൽ വിവാഹത്തിന്റെ സമയത്ത് തന്നെ മറ്റൊരു വിവാഹം ചെയ്യാനോ ബഹുഭാര്യാത്വം സ്വീകരിക്കാനോ പാടില്ലെന്നൊരു പെണ്ണിന് ഉപാധി വെക്കാം. അങ്ങനെ ഉപാധി വെക്കാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് തീർച്ചയായും പ്രോത്സാഹനീയമായ ഒരു സംഗതിയല്ലെന്നും അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണെന്നും, അനുവാദമില്ലാത്തൊരു സംഗതി ഉപാധിയാക്കി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉപാധി വെക്കുമ്പോൾ ആ ഉപാധി സ്വീകാര്യമാണ് എന്നാണ് അർത്ഥം. മുഹമ്മദ് അബ്ദു പറയുന്നു, ഇന്ന മിൻ മഹാസിനിൽ ഇസ്ലാമി മുസാവാത്തുൽ മർഅത്തി ബിർറജുലി ഫിൽ ഉമൂരിൽ ജൗഹരിയ, പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും പുരുഷനോടൊപ്പം തന്നെ സ്ത്രീകൾക്കും സ്ഥാനമുണ്ട് എന്നുള്ളത് ഇസ്ലാമിൻ്റെ വളരെ സുന്ദരമായ തത്വങ്ങളിലൊന്നാണ്. വഅമ്മാ തഅദ്ദുദു സൗജാത്തി, ബഹുഭാര്യാത്വം എന്നത് ഫഇന്നൽ ഇസ്ലാം ലം യുജവ്വിസ്ഹു ഇല്ലാ ലിളറൂറാത്തിൻ ഹഖീഖിയ്യ, വളരെ അനിവാര്യമായ ചില നിയമപരമായ ഘട്ടങ്ങളിൽ മാത്രമേ ബഹുഭാര്യാത്വം ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ എന്ന് അൽ ഇസ്ലാമു വത്തജ്ദീദ് എന്ന പുസ്തകത്തിൽ മുഹമ്മദ് അബ്ദു എഴുതുന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്.
ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ബഹുഭാര്യാത്വത്തെ അനുകൂലിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ അജ്ഞത മൂലം ഉണ്ടാകുന്നതാണ്. ഖുർആനികമായ തെളിവുകളൊന്നുമില്ലാത്തതാണ്. അത് പുരുഷ കേന്ദ്രീകൃതമായ ശരീഅത്ത് ഉണ്ടാക്കിയ നിയമങ്ങളാണ്. യഥാർത്ഥത്തിൽ ഏകപത്നി സമ്പ്രദായമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഒന്നിലധികം ഭാര്യമാരെ ഒരേ സമയത്ത് സ്വീകരിക്കുന്ന പുരുഷൻ ഖുർആനിക വിരുദ്ധമായ ജീവിതം നയിക്കാൻ തീരുമാനിച്ചവനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വ അസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദുൽ കൗനൈൻ മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദുൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബിനി ദബ്ബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതവും പ്രവാചകൻ്റെ ഇണകളെക്കുറിച്ചും വളരെ വ്യാപകമായ തെറ്റിദ്ധാരണകളാണ് യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ ഇണയായി സ്വീകരിച്ചിട്ടുള്ളതും തൻ്റെ മക്കളുടെ ഉമ്മയായി സ്വീകരിച്ചിട്ടുള്ളതുമെല്ലാം ഖദീജ ബീവിയെ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. തൻ്റെ 52-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി വഫാത്താകുന്നതുവരെ പ്രവാചകൻ ഖദീജ ബീവിയോടൊപ്പവും ഖദീജ ബീവി പ്രവാചകനോടൊപ്പവുമാണ് ജീവിച്ചത്. ഉപമകളില്ലാത്ത പ്രണയ ദാമ്പത്യമായിരുന്നു അവരുടേത്. ഒരുപക്ഷേ വാഴ്ത്തപ്പെട്ടിട്ടുള്ള, എഴുതപ്പെട്ടിട്ടുള്ള, കൊണ്ടാടപ്പെട്ടിട്ടുള്ള എല്ലാ പ്രണയകാവ്യങ്ങളെക്കാളും മീതെയായിരുന്നു ആ ദാമ്പത്യമെന്ന് പറയുന്നത്. അവർ തമ്മിൽ ഭാര്യ ഭർത്താവ് എന്ന നിലക്കായിരുന്നില്ല, മറിച്ച് പ്രണയ ജോഡികൾ എന്നുള്ള നിലക്കായിരുന്നു ജീവിച്ചിരുന്നത്. ജീവിച്ച് മതിവരാത്ത പ്രണയാഘോഷമായിരുന്നു ജീവിതമെന്ന് പ്രവാചകൻ ഖദീജയുടെ മരണശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് പ്രവാചകൻ്റെ കുടുംബജീവിതത്തെ നാം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. പ്രവാചകനെക്കുറിച്ച് എഴുതി വെച്ചതെല്ലാം പഴയ ഗോത്ര നിയമങ്ങളുടെ പുനരാവർത്തനം സാധ്യമാകുന്നതിന് വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള കൽപ്പിത കഥകൾ മാത്രമാണ് എന്ന് നമ്മൾ അറിയണം. ഇൻഷാ അല്ലാഹ് പ്രവാചകൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട്. തെറ്റിദ്ധാരണയുടെയും തെറ്റിദ്ധരിപ്പിക്കലിൻ്റെയും കരിനിഴലിൽ മറഞ്ഞുപോയ പ്രവാചക ചരിത്രത്തെ നമുക്ക് വ്യക്തമായി എടുക്കേണ്ടതുണ്ട്, വ്യക്തമാക്കി എടുക്കേണ്ടതുണ്ട്. അത് പഠിക്കുമ്പോഴറിയാം പ്രവാചകൻ ഏകപത്നി സമ്പ്രദായത്തിൽ അടിയുറച്ചു നിന്ന് ജീവിച്ച ആളായിരുന്നുവെന്ന്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.